ലേയിലെ പ്രതിഷേധങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തുവരികയാണ്. 70 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ലേയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംഘർഷങ്ങളെ തുടർന്ന് സോനം വാങ്ചുക് നിരാഹാര സമരം നിർത്തിയിരിക്കുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ മുൻപേ പലതും നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലൊന്നും തന്നെ യാതൊരുവിധ പ്രോഗ്രസും, അതായത് മുന്നോട്ട് പോക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ തെരുവിലേക്ക് ഇറങ്ങി അവിടുത്തെ യുവജനത, ജെൻസി എന്നുള്ള കാര്യം തന്നെയാണ്, ഒരു വാക്ക് തന്നെയാണ് അവിടെയുള്ള പ്രതിഷേധക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലൊരു സമരത്തിലേക്ക്, ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ആദ്യഘട്ടത്തിൽ അത് സമാധാനപരമായിരുന്നു, പിന്നീട് കൈവിട്ട് സംഘർഷങ്ങളിലേക്കെല്ലാം തന്നെ പോയി. ഈ ലേ നഗരത്തിലുള്ള BJPയുടെ ഓഫീസിന് മുന്നിലായിരുന്നു ഈ വലിയ രീതിയിൽ പ്രതിഷേധക്കാർ, നൂറുകണക്കിന് പ്രതിഷേധക്കാർ രാവിലെ എല്ലാം തന്നെ തടിച്ചു കൂടിയത്. അതിനു മുന്നിലേക്ക് പോലീസ് വന്നു, സുരക്ഷാ സേന വന്നു. പിന്നീട് ഇവർ തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. അതിൽ പോലീസ് വാഹനത്തിന് തീയിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ആ BJP ഓഫീസും കത്തിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു.